ഹലോ, നമുക്കിന്നത് ഈ ഒരു കമ്മൽ ഉണ്ടാക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാതിരി വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ OHP ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ കളർ കുന്തൻ സ്റ്റോൺസ് ആണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒട്ടിക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് B7000 ഗ്ലൂ ആണേ. അപ്പോൾ അതേ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ആ ഒരു പാറ്റേണിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ മൊത്തം നമുക്ക് ഒരു കമ്മലിൻ്റെ ഹാങ്ങിങ് പോർഷന് 7 സ്റ്റോൺസ് ആണ് വേണ്ടത്. ഇനി സ്റ്റഡ് പോർഷൻ ചെയ്തെടുക്കാം. അതിനായിട്ട് വേറൊരു OHP ഷീറ്റിലേക്ക് B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചിട്ട് അതിന് ചുറ്റും നമ്മൾ സർദോസിയാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഈ സർദോസി ഒട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആ ഗ്ലൂ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവണം. അതായത് ഗ്ലൂ അപ്ലൈ ചെയ്ത വഴിക്ക് തന്നെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കരുത്. കാരണം ഇതൊരു സ്പ്രിങ് ആണ്, വെച്ചെടുത്തിരിക്കില്ല. അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഗ്ലൂ അവിടെ നിന്ന് അനങ്ങില്ല. എന്നിട്ട് ഇതേ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് പിടിച്ചിരിക്കുക. അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റഡും ഹാങ്ങിങ്ങും റെഡിയായി ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐ പിൻസ് വേണം. അത് ഞാനൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് ആ കമ്മലിൻ്റെ സൈസിന്. അത് കഴിഞ്ഞ് സ്റ്റഡ് പോർഷൻ്റെ മുകളിൽ ഇതേ ഐ പിൻ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അതായത് കമ്മഴ്ത്തിയിട്ട് ആ ഒരു റൗണ്ട് കാണുന്ന രീതിക്കാണ് കേട്ടോ വെക്കുന്നത്. കണ്ടോ, നമ്മൾ ഹാങ്ങിൻ്റെ മുകളിലും സ്റ്റഡിൻ്റെ മുകളിലും ഓപ്പോസിറ്റ് രീതിക്കാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതേ ഇങ്ങനെയാണ് സ്റ്റഡ് വരുന്നത്. ഇനി ഹാങ്ങിങ്ങിൻ്റെ മേലേക്ക് നമുക്ക് ആദ്യം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണേ, ഇല്ലെങ്കിൽ കമ്മൽ തിരിഞ്ഞ് കിടക്കും. അപ്പം അതെ ഇതിലിപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ആ ഒരു റൗണ്ട് കാണുന്നില്ല ഐ പിന്നിൻ്റെ അറ്റത്തുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ താഴ്ഭാഗത്ത് 3 എണ്ണം, മേലെ ഭാഗത്ത് 1 എണ്ണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വിടാം കേട്ടോ. അത് കഴിഞ്ഞ് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ആ ഐ പിന്നൊന്ന് അകത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ ഭാഗത്ത് ആ 3 ഐ പിൻസ് ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ ഹാങ്ങിങ് ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഹാങ്ങിങ് ബീഡാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റഡ് പോർഷൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും നമുക്ക്. ഞാൻ ഐപ്പിന് ഒട്ടിക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സ്റ്റഡ് ബേസും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് നിങ്ങൾക്ക് ആദ്യം ഒട്ടിച്ചു കൊടുക്കാമായിരുന്നു കേട്ടോ, ഞാൻ അത് ചെയ്തില്ല. അപ്പോൾ സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇട്ടിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.